നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ തിരൂർക്കാട് കുറുക്കന്റെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. 65-കാരിയായ കാളിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളിയാണ് കാളി ഉൾപ്പെടെ 3 പേരെ മാർച്ച് 8-നാണ് കുറുക്കൻ കടിച്ചത്. വേനൽമഴയിലും കാറ്റിലും 7000-ഓളം വാഴകൾ നശിച്ച കരുവാരക്കുണ്ട് വട്ടമലയിൽ കൃഷി ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടറും സംഘവും സന്ദർശിച്ചു. കർഷകർക്കുണ്ടായത് വലിയ നഷ്ടം. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സഹായം കർഷകർക്ക് വേഗത്തിൽ ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്ന് സംഘം. മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടി ചുരം വഴിയുള്ള യാത്ര ഇനി കളറാകും. ചുരം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വരച്ച ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു. അട്ടപ്പാടിയുടെയും ആദിവാസികളുടെയും സംസ്കാരം പ്രതിഫലിപ്പിക്കുന്നതാണ് ചിത്രങ്ങൾ. പട്ടാമ്പിയിൽ പട്ടാപ്പകലിൽ മൊബൈൽ കടയിൽ കയറി ഐഫോൺ മോഷ്ടിച്ച യുവാവ്. 50,000 രൂപ വില വരുന്ന ഫോണാണ് മോഷ്ടിച്ചത്. മോഷണ ദൃശ്യങ്ങൾ CCTVയിൽ. കടക്കാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ശ്രീകൃഷ്ണപുരം തിരുനാരായണപുരം ഉത്രത്തിൽക്കാവിൽ ഇനി ഉത്സവ നാളുകൾ. ഭരണിവേലയ്ക്ക് മാർച്ച് 26-ന് രാത്രി കൊടിയേറും. 35ഓളം ആനകൾ ഉത്സവത്തിൽ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ. വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവവും മാർച്ച് 26-ന് തുടങ്ങും. വിശദമായ വാർത്തകൾ നോക്കാം. കുറുക്കന്റെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിന്തൽമണ്ണ തിരൂർക്കാട് ഇല്ലത്തുപറമ്പ് പുഴയ്ക്കൽ വേലുവിന്റെ മകൾ കാളിയാണ് മരിച്ചത്. കാളിക്കും മറ്റ് 2 പേർക്കും മാർച്ച് 8-നാണ് കുറുക്കന്റെ കടിയേറ്റത്. മാർച്ച് 8-ന് രാവിലെ തിരൂർക്കാട് ശിവക്ഷേത്രത്തിന് സമീപം വയലിൽ വെച്ചാണ് കാളിയെ കുറുക്കൻ കടിച്ച് പരിക്കേൽപ്പിച്ചത്. തിരൂർക്കാട് പുഴയ്ക്കൽ വാസുവിന്റെ ഭാര്യ ദേവകിയെയും കുറുക്കൻ കടിച്ചിരുന്നു. ഇരുവരും അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ജോലിക്ക് പോകുന്ന സമയത്താണ് കുറുക്കന്റെ കടിയേറ്റത്. കാളിയുടെ മുഖത്തും കണ്ണിനും സാരമായി പരിക്കേറ്റിരുന്നു. അരിപ്ര കിണറ്റിങ്ങത്തൊടി മജീദിനും കുറുക്കന്റെ കടിയേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കാളിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിരുന്നു. വീട്ടിൽ തുടർ ചികിത്സയിൽ കഴിയവേ തിങ്കളാഴ്ച രാവിലെയാണ് കാളി മരണപ്പെട്ടത്. പേവിഷബാധയാണ് മരണകാരണമെന്ന് സംശയിക്കുന്നു. മൃതദേഹം മങ്കട പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ഷൊർണൂർ ശാന്തിദിന ശ്മശാനത്തിൽ സംസ്കരിച്ചു. മലപ്പുറം കരുവാരക്കുണ്ട് വട്ടമലയിൽ കാറ്റിനെ തുടർന്ന് 7000-ഓളം വാഴകൾ നശിച്ച പ്രദേശം ജില്ലാ കൃഷി ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടർ P. ശ്രീലേഖയും സംഘവും സന്ദർശിച്ചു. കർഷകർക്ക് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള തുക വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സംഘം പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിലാണ് കരുവാരക്കുണ്ട് മേഖലയിൽ വ്യാപക കൃഷിനാശമുണ്ടായത്. വട്ടമലയിൽ കൊപ്പൻ സുബൈറ, മകൻ അൻഷിഫ് എന്നിവരുടെ 4500 വാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. 1 മാസത്തിനകം വിളവെടുപ്പിന് പാകമാകേണ്ട വാഴകളാണ് കാറ്റിൽ നശിച്ചത്. വന്യമൃഗശല്യം തടയാൻ ഫെൻസിംഗ് ഉൾപ്പെടെ നടത്തിയ ഭൂമിയിലെ വാഴകൾ നശിച്ചത് വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കിയത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ആക്കിയെടുത്തത്. 1 മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. അത് ആരെയും കിട്ടാല്ല, പ്രകൃതിക്ഷോഭമല്ലേ. പിന്നെ മേഡം സാറുമാരൊക്കെ പെട്ടെന്ന് വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. വളരെ നന്ദി അവരോട് പ്രത്യേകം. പിന്നെ നമുക്ക് പൈസ പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് കിട്ടുവാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരുന്നു. വിളകളുടെ നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നതിനായാണ് ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ P. ശ്രീലേഖയും സംഘവും സ്ഥലത്തെത്തിയത്. ഇൻഷുറൻസ് തുക വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സംഘം പറഞ്ഞു. പിന്നെ പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇൻഷുർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് കൊലച്ച വാഴയ്ക്ക് 400 രൂപ കിട്ടും. 100 രൂപ പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസത്തിലും 300 രൂപ ഇൻഷുറൻസിൻ്റെയും കിട്ടും. അപ്പോൾ ആളുകളോട്, എല്ലാവരോടും, കർഷകരോട് പറയാനുള്ളത്, ഇതിന് പുറമെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. അപ്പോൾ അതിലും വേണമെങ്കിൽ ഇൻഷുർ ചെയ്യാം. 2ഉം ഇൻഷുർ ചെയ്താൽ 2ഉം കിട്ടും. അതിലാണെന്നുണ്ടെങ്കിൽ വിള പോയില്ലെങ്കിലും വിളയുടെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ട് വിളയ്ക്ക് വരുന്ന നഷ്ടം, അതായത് ഉൽപ്പാദനത്തിൽ വരുന്ന കുറവിനും അതിൽ പൈസ കിട്ടും. അതുകൊണ്ട് എല്ലാ കൃഷിക്കാരോടും പറയാനുള്ളത്, നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റാത്തൊരു തരത്തിലുള്ള കാലാവസ്ഥ മാറ്റത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എല്ലാ വിളകളും 2 ഇൻഷുറൻസ് പദ്ധതികളിലും, സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഇൻഷുറൻസ് പദ്ധതികളിൽ ഇൻഷുർ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. കാളികാവ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ S. സുധ, കൃഷി ഓഫീസർ VM ഷമീർ, കൃഷി അസിസ്റ്റന്റ് നോബിൾ ഏലിയാസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. അട്ടപ്പാടി ചുരം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുരത്തിൽ വരച്ച ചുമർ ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു. യമുത്ത് അട്ടപ്പാടി എന്ന പേരിൽ അട്ടപ്പാടിയുടെയും ആദിവാസികളുടെയും സംസ്കാരം പ്രതിഫലിപ്പിക്കുന്ന ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത്.
വൃത്തികേടായി കിടന്നിരുന്ന ചുരത്തിലെ 10ാം വളവിലെ മതിലുകളിലും ചുരത്തിലെ പാറകളിലും അതിമനോഹരമായ ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത്. അട്ടപ്പാടിയിലെ ഗോത്രവിഭാഗങ്ങളുടെ ജീവിതവും വിശ്വാസവും ഉൾപ്പെടെ ചുമർചിത്രങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഗോത്രവിഭാഗത്തിലെ അമ്മയുടെ ചിരിക്കുന്ന ചിത്രവും മല്ലീശ്വരമുടിയും ഭവാനിപ്പുഴയും മല്ലീശ്വരമുടിയിൽ നിന്ന് തീർത്ഥജലം സ്വരൂപിച്ചു വരുന്ന മല പൂജാരിയും ആദിവാസികളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ആടിൻ്റെയുമെല്ലാം രാത്രി കാഴ്ചയാണ് ചിത്രകാരൻ ബിനു ആർട്സ് കോറിയിട്ടിരിക്കുന്നത്. കൂടാതെ സൈലന്റ് വാലിയിലെ അപൂർവ ഇനം ജീവികളുടെ ചിത്രങ്ങളും 10ാം വളവിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഷോളയൂർ സ്കൂളിലെ അധ്യാപിക ഷാനിദ വരച്ച ചിത്രങ്ങളും ചുരത്തിലുണ്ട്. നേച്ചർ ഗാർഡ് ഇനീഷ്യേറ്റീവ്, ആസ്പിരേഷൻ ബ്ലോക്ക്, കാട്ടുതീ പ്രതിരോധ സേന തുടങ്ങിയ കൂട്ടായ്മകളുടെയും മണ്ണാർക്കാട് UGS ഗ്രൂപ്പിൻ്റെയും സഹകരണത്തോടെയാണ് എമുത്ത് അട്ടപ്പാടി പദ്ധതി നടപ്പാക്കുന്നത്. 10ാം വളവിൽ നടന്ന ചടങ്ങ് മണ്ണാർക്കാട് DFO C. അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. അട്ടപ്പാടിയുടെ സംസ്കാരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഉതകുന്ന വിധത്തിൽ അതിമനോഹരമായാണ് ചുമർചിത്രങ്ങൾ വരച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ചും അട്ടപ്പാടിയിലെ പ്രദേശവാസികൾ വളരെ അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു പ്രോജക്റ്റായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇതിന് ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ പ്രയത്നം കൊണ്ടാണ്. ബിനു ഇവിടെ ഉണ്ട്, ആർട്ടിസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇത്തരത്തിൽ ഒരു സൃഷ്ടിയായി വന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. അട്ടപ്പാടിക്ക് സാംസ്കാരിക പൈതൃകമുണ്ട്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് സാധിച്ച ഒരു വിജയം. ഇതിലൂടെ നമ്മൾ ജനങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജസും അങ്ങനെ തന്നെയാണ്. ഇത് ഈ ഒരു നമ്മൾ കടക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് സാംസ്കാരിക പൈതൃകമുള്ള ഒരു പ്രദേശമാണെന്നും അവിടെ എന്നുള്ള ഒരു മെസ്സേജ് ആദ്യം തന്നെ കിട്ടും. കൂടാതെ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. അപ്പോൾ മനുഷ്യരും പ്രകൃതിയും വളരെ സമന്വയപ്പെട്ട് കഴിഞ്ഞു വരുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ അട്ടപ്പാടി മേഖല. മറ്റു പല മേഖലയിലും നമുക്കറിയാം വനപ്രദേശമുണ്ട്, ജനങ്ങൾ താമസിക്കുന്നുണ്ട്. എന്നാൽ അട്ടപ്പാടിയോളം ഈ പ്രകൃതിയും ജനങ്ങളും താതാത്മ്യം പാലിച്ചുകൊണ്ട് കഴിയുന്ന ഒരു പ്രദേശം മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒരൊറ്റ ക്യാൻവാസിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു മെസ്സേജ് അട്ടപ്പാടിക്കാരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല, എന്നാൽ പുറം ലോകത്തേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ചുരത്തിൽ മാലിന്യം നിറഞ്ഞു കിടന്നിരുന്ന പ്രദേശം ഇത്രയും മനോഹരമാക്കാൻ വനം വകുപ്പിനെ സഹായിക്കാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് UGS മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. നമുക്കറിയാം, മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ തന്നെ, പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അട്ടപ്പാടി അല്ലെങ്കിൽ സൈലന്റ് വാലിയെ കുറിച്ചാണ്. ആ പൈതൃക ഗ്രാമങ്ങളെ കുറിച്ചും അവിടെയുള്ള മറ്റേ ആളുകളെ കുറിച്ചും അവിടെയുള്ള പൈതൃകങ്ങളെ കുറിച്ചും അവിടെയുള്ള സ്റ്റോറിയൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടി വരുന്നത്. അപ്പോൾ അതിൽ ആദ്യമേ തന്നെ മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ചിനെ നമുക്ക് പ്രശംസിക്കേണ്ടതാണ്. കാരണം ഈ 10ാം വളവ് എങ്ങനെയാണ് ഇതിനു മുന്നേ ഇവിടെ കടന്നിരുന്നത്, അല്ലെങ്കിൽ ഇതിലൂടെ അട്ടപ്പാടിയിലേക്ക് പോകുമ്പോഴും താഴത്തേക്ക് മണ്ണാർക്കാട്ടിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മളെല്ലാവരും ഈ പരിസരം കണ്ടതാണ്. വളരെയധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വേസ്റ്റുകളും ഡംപ് ചെയ്തിരുന്ന ഒരു മേഖലയായിട്ടാണ് ഈ സ്ഥലം ആളുകൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു പുതിയ തുടക്കം വേണമെന്ന് ഫോറസ്റ്റിന്റെ ഒരു ഇനീഷ്യേറ്റീവിലൂടെ റേഞ്ച് ഓഫീസർ N. സുബൈർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ CM മുഹമ്മദ് അഷ്റഫ്, N. പുരുഷോത്തമൻ, ചിത്രകാരൻ ബിനുകുമാർ, ഷാനിദ, നേച്ചർ ഗാർഡ് ഇനീഷ്യേറ്റീവ് പ്രതിനിധി നാരായണസ്വാമി, ആസ്പിരേഷൻ ബ്ലോക്ക് PRO ശ്രീനാഥ്, സദക്കത്തുള്ള പടലത്തെ എന്നിവർ സംസാരിച്ചു. പട്ടാമ്പിയിൽ മൊബൈൽ ഷോപ്പിൽ നിന്ന് iPhone മോഷ്ടിച്ച യുവാവ്. ടൗണിലെ മൊബൈൽ ഗാലറി എന്ന ഷോപ്പിലാണ് മോഷണം നടന്നത്. മൊബൈൽ കവർ വേണമെന്നാവശ്യപ്പെട്ടാണ് യുവാവ് കടയിലേക്ക് എത്തിയത്. തുടർന്ന് ജീവനക്കാരൻ്റെ ശ്രദ്ധ തിരിപ്പിച്ചാണ് മൊബൈൽ കൈക്കലാക്കിയത്. ശേഷം മൊബൈൽ കവർ വേണ്ടെന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു. മൊബൈലുകളുടെ കണക്കെടുപ്പിനെ തുടർന്ന് ഒരു iPhone നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് CCTV പരിശോധിച്ചത്. 50,000 രൂപ വില വരുന്ന 1 TB iPhone 13 Pro ആണ് മോഷണം പോയത്.
ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നത്. കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഔഷധ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. പലമ്പലിമംഗലം ALP സ്കൂളിൽ ചന്ദനത്തൈ നട്ട് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 14 വാർഡുകളിലായി എല്ലാ വീടുകളിലും 14 ഇനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഓരോ ഔഷധ വൃക്ഷത്തൈകൾ നട്ട് സംരക്ഷിക്കുന്ന ഔഷധ ഗ്രാമം പദ്ധതിക്കാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത്. വലമ്പലിമംഗലം ALP സ്കൂളിൽ ചന്ദനത്തൈ നട്ട് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജനകീയമായി പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ശ്രീകൃഷ്ണപുരം പോലെ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണ മനുഷ്യർ ധാരാളമുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൽ എല്ലാ മനുഷ്യരുടെയും അവരുടെ വാസഗൃഹങ്ങളെ, അവരുടെ വീടിനെ പ്രകൃതിയോട് ഇണങ്ങുന്ന നിലയിൽ പച്ചപ്പിലേക്ക് നയിക്കാനും ഔഷധ ഗ്രാമമാക്കി മാറ്റാൻ ഓരോ വീട്ടുകാരുടെയും പിന്തുണയും സഹായവും സഹകരണവും ഉറപ്പുവരുത്തിയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. 14 വാർഡുകളിൽ 14 ഔഷധ സസ്യങ്ങൾ അഥവാ ഔഷധ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുക്കും. പരിസ്ഥിതി സംഘടനയായ അടയ്ക്കാപ്പത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ വാർഡംഗങ്ങളെയും ചുമതലപ്പെടുത്തി വിതരണം ചെയ്യുന്ന തൈകൾ വ്യക്തമായ വിവരശേഖരണത്തിലൂടെ സംസ്കൃതി സ്റ്റുഡൻസ് ക്ലബിൻ്റെയും ഹരിതകർമ്മസേന അംഗങ്ങളുടെയും സഹകരണത്തോടെ പരിപാലിച്ച് നിരീക്ഷിച്ച് 3 മാസത്തിലൊരിക്കൽ അതത് വാർഡംഗങ്ങൾ പഞ്ചായത്തിന് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ജനകീയാസൂത്രണം 2024-2025 പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൈവവേലി ഉപയോഗിച്ച് വിവിധ കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിനോടൊപ്പം സൗന്ദര്യവൽക്കരണവും ലക്ഷ്യമിടുന്നുണ്ടെന്നും ഔഷധഗ്രാമം പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ 5 വാർഡുകളിൽ തൈകൾ വിതരണം ചെയ്യുമെന്നും തുടർന്ന് ഘട്ടം ഘട്ടമായി പദ്ധതി പൂർത്തീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക അറിയിച്ചു. വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ, വാർഡംഗങ്ങളായ C. ഹരിദാസ്, M. ഗിരിജ, K. സുമതി, M. K. ദ്വാരകാനാഥൻ, സംസ്കൃതി പ്രവർത്തകരായ രാജേഷ് അടയ്ക്കാപ്പത്തൂർ, UC വാസുദേവൻ, KT ജയദേവൻ, സനിൽ കളരിക്കൽ, ഗോവിന്ദൻ വീട്ടിക്കാട്, പ്രസാദ് കരിമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം കൊപ്പത്ത് വെച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ S. സാബിറ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷത്തോടുകൂടി ക്ഷയരോഗം നിവാരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പാക്കി വരുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ദിനാചരണങ്ങൾ ഓരോന്നും നമ്മൾ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ആചരിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. എന്താണ് ഈ അസുഖം, ഇന്നത്തെ അവസ്ഥ എന്താണ്, എന്തായിരുന്നു മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്നുള്ളൊരു വിശകലനം ചെയ്യലും ഇന്നും നമ്മൾ ജാഗ്രതയോടുകൂടി ക്ഷയരോഗത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ള ദിനാചരണങ്ങളിൽ നമ്മൾ ഒന്നുകൂടെ ഓർത്തെടുക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ നാൾക്ക് മുമ്പ് തന്നെ ക്ഷയരോഗ നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികളും പ്രതിരോധ പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചെങ്കിലും ഇപ്പോഴും വളരെ വലിയൊരു വില്ലനായിട്ട് മരണത്തിൽ മുന്നിൽ നിൽക്കുന്ന പകർച്ചവ്യാധികളിൽ ഏറ്റവും മുന്നിൽ അല്ലെങ്കിൽ 2ാമതോ 3ാമതോ ആയിട്ട് ഇന്നും ക്ഷയരോഗം നിലനിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഇനിയും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദിനാചരണ ചടങ്ങിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷയായി. ജില്ലാ TB ഓഫീസർ ഡോക്ടർ ഹരിദാസൻ വിഷയാവതരണം നടത്തി. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, ഡെപ്യൂട്ടി DMO ഡോക്ടർ KP അഹമ്മദ് അഫ്സൽ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടിയടത്തോൾ, കൊപ്പം പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ TV വത്സല, AK വാപ്പു, വേലായുധൻ, ഡോക്ടർ കാവ്യ കരുണാകരൻ, ഡോക്ടർ ലീനാകുമാരി, കിദർ മുഹമ്മദ്, PP രജിത, RP ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ കലാപരിപാടികളുമുണ്ടായി. ഒരു ചെറിയ ഇടവേള. മറ്റു വാർത്തകൾ. ശ്രീകൃഷ്ണപുരം തിരുനാരായണപുരം ഉത്രത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയ്ക്ക് മാർച്ച് 26 രാത്രി 8 കൊടിയേറും. തന്ത്രി ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടക്കുക. തുടർന്ന് കളംപാട്ട്, തോൽപ്പാവക്കൂത്ത്, കോലംകളി, തിറ, പൂതൻവരവ് എന്നിവ ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉത്സവകാലത്ത് എല്ലാ ദിവസവും കളംപാട്ട്, തോൽപ്പാവക്കൂത്ത്, ആറാട്ട്, കലാപരിപാടികൾ എന്നിവ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഏപ്രിൽ 1 ഭരണിവേല.
27 രാത്രി 7 നൃത്തനൃത്യങ്ങൾ, 28 രാത്രി 7 ബാംഗ്ലൂർ രൂപേഷ് അരങ്കം അവതരിപ്പിക്കുന്ന നൃത്തം, 29 രാവിലെ 7:30 തായമ്പക അരങ്ങേറ്റം, 9:30 മേളം അരങ്ങേറ്റം, രാത്രി 7 നൃത്തനൃത്യങ്ങൾ എന്നിവ ഉണ്ടാകും. 30 ചെറിയ ആറാട്ട്. രാവിലെ തായമ്പക, വൈകിട്ട് 4 ചെറിയാറാട്ടുവേല, രാത്രി 7 ഗാനമേള, 8 തായമ്പക അരങ്ങേറ്റം എന്നിവ ഉണ്ടാകും. 31 വലിയാറാട്ട് ആഘോഷിക്കും. വൈകിട്ട് 5 വലിയാറാട്ട് വേലവരവ് തുടങ്ങും. രാത്രി 10 കരിക്കാട് മുരളിവാര്യരും കോട്ടയ്ക്കൽ ധീരജ് കൃഷ്ണനും അവതരിപ്പിക്കുന്ന ഇരട്ട തായമ്പക, 12 കാളവരവ് എന്നിവ നടക്കും. ഏപ്രിൽ 1 ഭരണിവേല ദിവസം രാവിലെ 9 കളഭാഭിഷേകമുണ്ടാകും. രാവിലെ മുതൽ തിറ, പൂതൻ, കരിവേല എന്നിവ ക്ഷേത്രത്തിലെത്തും. വൈകിട്ട് 7 വിഷ്ണു ക്ഷേത്രത്തിൽ തായമ്പക നടക്കും. 5 മണിയോടെ വേലകളെത്തും. ഉത്സവത്തിന് 35ഓളം ആനകളും 10 ഇണക്കാളകളും അണിനിരക്കും. 25 വൈകിട്ട് 7 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. 6 തീയതി കൊടിയേറ്റത്തോടുകൂടി ഈ വർഷത്തെ ഭരണവേല മഹോത്സവം ഗംഭീരമായി ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേത്ര ട്രസ്റ്റി ബോർഡും ക്ഷേത്ര പൂരാഘോഷ കമ്മിറ്റിയും ക്ഷേത്ര നവീകരണ കമ്മിറ്റിയും ക്ഷേത്രത്തിൻ്റെ മാതൃസമിതിയും ക്ഷേത്ര ജീവനക്കാരും നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും മുഴുവൻ പൂരാഘോഷ കമ്മിറ്റിയുടെ വേല കമ്മിറ്റിയുടെ ആളുകളും ഭരണവേല കമ്മിറ്റിയുടെ ആളുകളും എല്ലാവരും കൂടി സംയുക്തമായി 2 യോഗം ഈ വർഷം ചേർന്ന 2 യോഗത്തിലും സംയുക്തമായി എങ്ങനെയൊക്കെയാണ് ഭരണവേല മഹോത്സവം നടത്തേണ്ടതെന്ന് വളരെ എല്ലാവരും കൂട്ടായി ആലോചിച്ചിട്ടാണ് ഈ വർഷം തീരുമാനം ഉണ്ടായിരുന്നത്. ഏതാണ്ട് 35ഓളം ഗജവീരന്മാർ അണിനിരക്കുന്നു. വിവിധ കേരളത്തിലെ പ്രമുഖ മേള പ്രമാണിമാർ ക്ഷേത്രത്തിൽ ഈ വർഷം മേളത്തിന് എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ വിവിധ ചെറിയാറാട്ട് കൂട്ടുവിളക്ക് ദിവസമാച്ച വിവിധ കലാപരിപാടികൾ, ചെറിയാറാട്ടിന് ഗംഭീര ഗാനമേള, വലിയാറാട്ടിന് രാത്രി കാളവേലകൾ, പൂരം ദിവസം ആനവേലകൾ, പിന്നെ പിറ്റേ ദിവസം കൊടിയിറക്കത്തോടു കൂടി ഈ വർഷത്തെ ഭരണവേല മഹോത്സവം സമാപിക്കും. 2020 ഏപ്രിൽ മാസം 2-ാം തീയതി കൊടിയിറക്കത്തോടു കൂടി 9 ദിവസങ്ങളിലായി അതിവിപുലമായി ആഘോഷിക്കുവാനാണ് ദേവസ്വം തീരുമാനിച്ചിരിക്കുന്നത്. അതിന് നടത്തിപ്പിന് വേണ്ടി ഒരു കമ്മിറ്റി ഭരണവേല ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഒരു 5 അംഗ ഭരണസമിതിയാണ് ചുമതല ഏൽപ്പിക്കുന്നത്. അതിൽ 6 ദിവസങ്ങളിലും സ്റ്റേജ് പരിപാടികളും, ചെറിയാറാട്ട് വരയ്ക്ക് സ്റ്റേജ് പരിപാടികൾ, പിന്നെ വലിയാറാട്ട് 16ഓളം ഇണക്കാളുകൾ, ആ കാളവേല കഴിഞ്ഞ് 35ഓളം ഗജവീരന്മാരടങ്ങിയ കേരളത്തിലെ പ്രശസ്തമായ ആനകൾ, പേരുകേട്ട ആനകളാണ്, പ്രഗത്ഭരായ വാദ്യകലാകാരന്മാർ അണിനിരത്തിക്കൊണ്ടുള്ള ഭരണവേലാഘോഷം നടക്കുന്നത്. അതാണ് ഗംഭീരം നടത്തുന്നതിന് നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും എല്ലാ വേല കമ്മിറ്റികളുടെയും കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ M രാമകൃഷ്ണൻ, മേൽശാന്തി TK ശങ്കർദാസ് നമ്പൂതിരി, ഭരണിവേല ആഘോഷ കമ്മിറ്റി കൺവീനർ ജയദേവൻ, ചെയർമാൻ C രാധാകൃഷ്ണൻ, നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് MK നാരായണൻ നമ്പൂതിരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ നവാഹ പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 26 മുതൽ ഏപ്രിൽ 6 വരെ നടക്കും. താന്ത്രിക ചടങ്ങുകൾക്കൊപ്പം അന്നദാനം, വിവിധ കലാപരിപാടികൾ എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വള്ളുവനാട്ടിലെ ചോറ്റാനിക്കര എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രം. മാർച്ച് 26 100-ൽ-പരം അമ്മമാർ പങ്കെടുക്കുന്ന സർവൈശ്വര്യ വിളക്ക് പൂജയോടെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമാവുക. പൂർണ്ണകുംഭത്തോടെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയിൽ ആചാര്യ സ്വീകരണം, ദേവി ഭാഗവത നവാഹം വായനയുടെ ഉദ്ഘാടന സഭ എന്നിവ നടക്കും. ആറ്റൂർ നാരായണൻകുട്ടിയാണ് ഭാഗവത ആചാര്യൻ. ഏപ്രിൽ 4 വൈകുന്നേരം ക്ഷേത്രം തന്ത്രി കരിയന്നൂർ ഭവത്രാതൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ പൂജകളോടുകൂടി ആരംഭിച്ച് ഏപ്രിൽ 6 വൈകുന്നേരം 4 ദേവിയെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി ക്ഷേത്ര പ്രദക്ഷിണം നടത്തും. ദീപാരാധനയ്ക്ക് ശേഷം 7 മണിക്ക് രഹിത കൃഷ്ണദാസ് അവതരിപ്പിക്കുന്ന തായമ്പകയോടുകൂടി ഉത്സവം സമാപിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് മാർച്ച് 31 മുതൽ ക്ഷേത്രത്തിലെ നൃത്തമണ്ഡപത്തിൽ സംഗീതാർച്ചന, തിരുവാതിരക്കളി, നൃത്തങ്ങൾ, ഭക്തിഗാനസുധ, തുടർന്ന് ഏപ്രിൽ 5 വൈകിട്ട് 7 ഗാനമേള എന്നിവയും അരങ്ങേറും. ഉത്സവ നാളുകളിൽ 11 ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അന്നദാനവും ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ അമ്പലത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം 9 ദിവസം നീളുന്ന ദേവി ഭാഗവത നവാഹത്തോടുകൂടി 26-ാം തീയതി വൈകുന്നേരത്തോടുകൂടി ആരംഭിക്കുകയാണ്.
ആചാര്യൻ ഭാഗവതരത്നം ശ്രീ ആറ്റൂർ നാരായണൻകുട്ടി അവർകളാണ്. പ്രതിഷ്ഠാദിന മഹോത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരിയന്നൂർ മന ബൗത്രാദൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ആണ് നടക്കുന്നത്. 11 ദിവസം നീളുന്ന പരിപാടിയിൽ 3 നേരം രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 4 മണി അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ദിവസവും ചുറ്റുവിളക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മാർച്ച് മാസം 31 മുതൽ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. 31-ന് ഭക്തിഗാനസുധ ശ്രീമതി ഷീജ നമ്പൂതിരി അവതരിപ്പിക്കും. ഏപ്രിൽ 1 ചൊവ്വ നൃത്യങ്ങൾ. ഏപ്രിൽ 2, 3 ബുധൻ, വ്യാഴം തിരുവാതിര കളികൾ, സംഗീതാരാധന. ഏപ്രിൽ 4 വൈകിട്ട് 7 മണിക്ക് സംഗീതാർച്ചന. ഏപ്രിൽ 5 7 മണിക്ക് ഗാനമേള. ഏപ്രിൽ 6 2 നേരം പഞ്ചവാദ്യവും. ക്ഷേത്രം പ്രസിഡന്റ് പുത്തൻവീട്ടിൽ ഗോപാലകൃഷ്ണൻ നായർ, ഉത്സവ കമ്മിറ്റി ചെയർമാൻ OP പുരുഷോത്തമൻ, സെക്രട്ടറി രമേശ് കുമാർ, ഖജാൻജി K ഗംഗാധരൻ, കമ്മിറ്റി അംഗം ശശി കണ്ണന്തൊടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. സാമൂതിരി കോവിലകത്തിന്റെ അധീനതയിലായിരുന്നു ക്ഷേത്രം. പക്ഷെ കാലക്രമേണ സാമൂതിരി കോവിലകം വല്ലപ്പുഴ മനക്കാര്, വല്ലപ്പുഴ മന എന്ന് പറയുമ്പോൾ വളരെ പ്രശസ്തമായ മനയാണ്. ആ വല്ലപ്പുഴ മനക്കാർ വടക്കിനിയടുത്ത് കിരാങ്ങാട് മനക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇന്ന് വല്ലപ്പുഴയിലെ 5 ക്ഷേത്രങ്ങൾ വല്ലപ്പുഴ കിരാങ്ങാട് മനക്കാരുടെ കീഴിലുണ്ട്. ഇപ്പോൾ അവർ ഒല്ലൂരാണ് താമസം. ശ്രീ ഷജിത് നമ്പൂതിരിപ്പാട് ചാർട്ടേഡ് അക്കൗണ്ട് തൃശ്ശൂർ, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ 5 അമ്പലങ്ങളുള്ളത്. അതിലെ പിഷാരിക്കൽ ദുർഗാഭഗവതി ക്ഷേത്രം, കാർത്തിയാനി ഭഗവതി ക്ഷേത്രം, അതുപോലെ പേങ്ങോട്ടാവ് ശിവക്ഷേത്രം, വേനൂര് ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം, അതുപോലെ കൂളത്ത് ശിവക്ഷേത്രം. അതിലേറ്റവും പ്രാമുഖ്യമുള്ള ഒരു ക്ഷേത്രമാണ് പിഷാരിക്കൽ ദുർഗാഭഗവതി ക്ഷേത്രം. മൂകാംബികാ ദേവിയുടെ അതേ സങ്കല്പമാണ്. 3 നേരം ആണ് ആരാധന സമ്പ്രദായങ്ങളൊക്കെ ശീലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. വലിയ ക്ഷേത്രമായിരുന്നു. പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപാട് വലിയ ഉത്സവങ്ങളും 3 കുളങ്ങൾ അന്ന് ക്ഷേത്രത്തിനുണ്ടായിരുന്നു. ഫെയ്ത്ത് ഇന്ത്യ സ്പെഷ്യൽ സ്കൂളും MES കല്ലടി കോളേജും മണ്ണാർക്കാട്ടെ ലഹരി വിരുദ്ധ സംഘടനയായ മൂവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. MES കല്ലടി കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് ഫെയ്ത്ത് ഇന്ത്യ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. മൂവ് പ്രതിനിധി KV റഹ്മാൻ ലഹരി ബോധവൽക്കരണം നടത്തി. മൂവ് മണ്ണാർക്കാട് ഓർഗനൈസേഷൻ ഫോർ വിജിലൻസ് ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഡ്രഗ്സ് എന്നൊരു സംഘടന ദിവസങ്ങൾ മാത്രമായി മണ്ണാർക്കാട് പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്. പാലക്കാട് ജില്ല മാത്രമല്ല, പാലക്കാട് ജില്ലയ്ക്ക് അപ്പുറത്തും ഇന്ന് മൂവിൻ്റെ പ്രവർത്തനങ്ങൾ ചോദിച്ചറിയാനും ഏറ്റെടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് എൻ്റെ സ്വന്തം നാടായ വിയക്കുറിശി ഫെയ്ത്ത് ഇന്ത്യ സ്കൂളിലെ സ്പെഷ്യൽ സ്റ്റുഡൻസ് ഇവിടെ വന്ന് പരിപാടികൾ അവതരിപ്പിച്ചത്. എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ ആരോഗ്യപരമായി മാനസികപരമായി എല്ലാം തികഞ്ഞ നമ്മുടെ മക്കൾ രക്ഷിതാക്കളുടെ പ്രതീക്ഷകൾ തകർത്ത് ഒരു നിമിഷം കൊണ്ട് അവർ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ അവരുടെ മാനസികമായിട്ട് ഉൾക്കൊള്ളാനും പൊരുത്തപ്പെടാനും കഴിയാതെ കത്തിക്കും കടാരക്കും ഹാമറിനൊക്കെ സ്വന്തം മാതാപിതാക്കളെ വകവരുത്തുന്ന വാർത്തകളാണ് കഴിഞ്ഞ 2-3 മാസങ്ങളായി കേരളക്കരയെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മക്കൾ ഫെയ്ത്ത് ഇന്ത്യ സ്കൂളിലെ ജനനം മുതൽക്ക് തന്നെ ആരോഗ്യപരമായ മാനസികപരമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് അതിനതിജീവിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഈ മക്കൾ ഇത്തരത്തിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണെന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ലഹരി മാഫിയ പിടിമുറുക്കിയ കാലത്ത് അവർക്ക് കീഴ്പ്പെടാതെ തങ്ങൾക്ക് കാവലാവേണ്ടവരാണ് പുതുതലമുറയെന്ന സന്ദേശമാണ് ഫെയ്ത്ത് ഇന്ത്യയിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ നൽകുന്നതെന്ന് ഫെയ്ത്ത് ഇന്ത്യ സ്കൂൾ മുൻ പ്രിൻസിപ്പൽ പി രാജലക്ഷ്മി പറഞ്ഞു. ആരൊക്കെയോ പ്രകൃതിക്ക് വരുത്തിവെച്ച വിനാശകരമായ ചില സാഹചര്യങ്ങൾ കൊണ്ട് തങ്ങൾക്ക് സംഭവിച്ചു പോയ ന്യൂനതകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരിവിടെ കോളേജിൽ വന്ന് പറയാൻ ആഗ്രഹിച്ചത് കോളേജോ പ്രൊഫഷണലിസമോ ഒന്നും അവർക്ക് ആവില്ല എങ്കിലും ഈ വരും തലമുറ ഇനിയും ഈ മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും അടിമപ്പെടരുത് എന്ന ആ ഒരു മെസ്സേജ് ഇവരിലൂടെ പറയുമ്പോൾ ഇവർക്ക് കാവലാവേണ്ടവരാണ് നിങ്ങൾ എന്ന ഒരു മെസ്സേജാണ് കോളേജിലെ സ്റ്റുഡൻസിനായിട്ട് നൽകിയത്. ഈ NSS കോർഡിനേറ്റർ ജൂലിയ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീനിവാസൻ, NSS കോർഡിനേറ്റർ ഷെരീഫ്, രജനി MK, നളിനി KP, അനുപമ, സൗമ്യ, സെലീന തുടങ്ങിയവർ പ്രസംഗിച്ചു. നവീകരിച്ച മണ്ണാർക്കാട് കുമരമ്പത്തൂർ അക്കിപ്പാടം KP മൊയ്തീൻകുട്ടി സാഹിബ് റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരിച്ചത്. പഞ്ചായത്ത് അംഗം നൌഫൽ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. KPS പയനേടം, രാജീവ് നടക്കാവിൽ, AK അച്യുതൻ, മുഹമ്മദ് അലി വറോഡൻ, ആഷിഖ് വറോഡൻ, ഇക്ബാൽ വിയനാടൻ, കൃഷ്ണകുമാർ,
ജമാൽ പയ്യനേടം, അജീഷ് അക്കിപ്പാടം എന്നിവർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം TKD സ്മാരക പൊതുജന വായനശാലയെ ഹരിത ഗ്രന്ഥശാലയായി പ്രഖ്യാപിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സുകുമാരനാണ് പ്രഖ്യാപനം നടത്തിയത്. മാർച്ച് 31 ഹരിത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ശ്രീകൃഷ്ണപുരം TKD സ്മാരക പൊതുജന വായനശാലയെ ഹരിത ഗ്രന്ഥശാലയായി പ്രഖ്യാപിച്ചത്. ഈ 30-ാം തീയതി മാർച്ച് 30-ന് നമ്മുടെ പഞ്ചായത്ത് ഹരിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇന്ന് സംഘാടക സമിതി രാവിലെ കൂടിയിട്ടുള്ളത്. അതിന് മുന്നോടിയായി ഒട്ടേറെ പദ്ധതികളും പരിപാടികളും നടത്താനുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഹരിത സ്ഥാപനങ്ങൾ പ്രഖ്യാപിക്കാനുണ്ട്, ഹരിത വീടുകൾ പ്രഖ്യാപിക്കാനുണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് ഓരോ വാർഡിൽ നിന്നും ഓരോ വീടുകൾ അത് നമ്മൾ എഴുതി കൊടുത്ത് ആ വീടുകൾ പ്രത്യേകം പോയി നോക്കി അതിലുള്ള വീടുകളാണ് തിരഞ്ഞെടുത്ത് ഹരിത വീടുകളായി പ്രഖ്യാപിക്കും. K. രാമൻ നമ്പൂതിരി അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് AM. ഉഷാദേവി, ഹരിതസേനാംഗങ്ങളായ സരോജിനി, സൗമ്യ എന്നിവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ P. ജയകൃഷ്ണൻ ക്ലാസ് എടുത്തു. K. വിദ്യാധരൻ, CA. ശങ്കരനാരായണൻ, സതി നമ്പീശൻ, സാന്ദ്ര S. വാര്യർ, P. ഗോപാലകൃഷ്ണൻ, KV. രമ, K. മാധവിക്കുട്ടി, C. ബിന്ദു, പ്രിയ എന്നിവർ സംസാരിച്ചു. വായനശാല സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വനിതാവേദിയുടെ നേതൃത്വത്തിൽ വായനശാലയിൽ പൂച്ചട്ടികൾ സ്ഥാപിച്ചു. ബാലവേദി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. തുവൂരിൽ കാൽപന്ത് കളിയുടെ ഉത്സവകാലം വരുന്നു. JSC ക്ലബിന്റെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് ഏപ്രിൽ 5-ന് സന്തോഷ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമാക്കും. മേളയുടെ സീസൺ ടിക്കറ്റ് വിൽപ്പന തുടങ്ങി. കളിയോടാകണം ലഹരി, കളിക്കളമാകണം ചങ്ങാതി എന്ന സന്ദേശത്തോടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തുവൂർ JSC ക്ലബ്ബ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 5-ന് സന്തോഷ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ടൂർണമെന്റിന് തുടക്കം കുറിക്കും. ഇതിന്റെ സീസൺ ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം കരുവാരക്കുണ്ട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ C. അനിത ടൂർണമെന്റ് രക്ഷാധികാരി കളത്തിൽ കുഞ്ഞാപ്പു ഹാജിക്ക് നൽകി നിർവഹിച്ചു. സ്പോർട്സ് ക്ലബ്ബ് നടത്തുന്ന അഖിലേന്ത്യാ ടൂർണമെന്റിന്റെ സീസൺ ടിക്കറ്റ് വിൽപ്പനയാണ് ഇവിടെ നടന്നത്. ബഹുമാന്യായ കരുവാരക്കുണ്ട് SI-ൽ നിന്നും ടിക്കറ്റ് ഞാൻ വാങ്ങിക്കൊണ്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. നമുക്ക് ഒരുപാട് സംഖ്യ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ ക്ലബ്ബ് തുവൂർ ജവഹർ സ്പോർട്സ് ക്ലബ്ബ് ഇത്തരമൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ KC നിയാസ്, കൺവീനർ KB നിസാർ, രക്ഷാധികാരികളായ PA മജീദ്, P. സലാഹുദ്ദീൻ, കൊപ്പത്ത് ഷെരീഫ്, കടമ്പോടൻ മൊയ്തീൻകുട്ടി, മൃദുല ഭാനു, ഭാരവാഹികളായ കളത്തിൽ മുജീബ്, AV സലാം, പള്ളത്ത് കുഞ്ഞാപ്പ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളായ തയ്യിൽ യൂനസ്, വർണ്ണം സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തുവൂർ. വല്ലപ്പുഴ ഞാളുച്ചിറ ശിവക്ഷേത്രത്തിൽ തൃശൂർ നടുവിൽമഠം ഇളമുറ സ്വാമിയാരും തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരുമായ അച്യുതഭാരതി സ്വാമിയാർക്ക് ഭിക്ഷയും വെച്ച് നമസ്കാരവും നൽകി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ പ്രഭാഷണവും ഉണ്ടായി. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് വല്ലപ്പുഴ ഞാളുച്ചിറ ശിവക്ഷേത്രം. ക്ഷേത്രത്തിൽ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിയും ഭക്തർക്ക് അനുഗ്രഹാശീർവാദവും ചൊരിയുക എന്ന ലക്ഷ്യത്തോടെയാണ് തൃശൂർ നടുവിൽമഠം ഇളമുറ സ്വാമിയാരും തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരുമായ അച്യുതാനന്ദഭാരതി സ്വാമിയാർക്ക് ഭിക്ഷയും വെച്ച് നമസ്കാരവും നൽകിയത്. തുടർന്ന് അദ്ദേഹം അനുഗ്രഹ പ്രഭാഷണവും നടത്തി. സന്യാസിമാരില്ലാതായപ്പോൾ അവസാനത്തെ സ്വാമിയാർ അത് വേദം പഠിക്കാനായിട്ട് കൊടുത്തു. വേദപാഠശാലയായിട്ട് ഇന്നും വേദം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ. പിന്നത്തെയാണ് നടുവിൽ മഠം. അത് ശങ്കരാചാര്യരെ ശിഷ്യനായിട്ടുള്ള സുരേശ്വരാചാര്യർ സ്ഥാപിച്ചതാണ്. ആ സുരേശ്വരാചാര്യരെ ആദ്യത്തെ ശിഷ്യനാണ് വില്യമംഗലത്ത് സ്വാമിയാർ. കേൾക്കാത്തവരുണ്ടാവില്ല, അദ്ദേഹം എത്തിച്ചേരാത്ത പ്രദേശം ഉണ്ടാവില്ല. ആ വില്യമംഗലമാണ് നടുവിൽ മഠത്തിലെ ആദ്യത്തെ സ്വാമിയാർ. തുടർന്ന് NP രാമദാസൻ മാസ്റ്ററുടെ സോപാന സംഗീതവും അരങ്ങേറി. ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു.
ശ്രീകൃഷ്ണപുരം തിരുനാരായണപുരം ഉത്രത്തിൽ ഭഗവതി ക്ഷേത്ര തട്ടകത്തിൽ തന്നാരം കളിപ്പാട്ടുകൾ സജീവം. കരിമ്പനയിൽ തീർത്ത കൊൽച്ചിലമ്പുകളേന്തി വട്ടത്തിൽ നിന്നുള്ള ചുവടുകളുമായി കൊടുങ്ങല്ലൂരമ്മയെ സ്തുതിച്ചുകൊണ്ടാണ് ഭക്തർ തന്നാരം പാട്ടുമായി തട്ടകത്തിൽ നിറയുന്നത്. കൊടുങ്ങല്ലൂരമ്മ കുടികൊള്ളുന്ന ഉത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയ്ക്ക് മുന്നോടിയായാണ് തന്നാരം പാട്ടുമായി ഭക്തർ തട്ടകത്തിൽ നിറയുന്നത്. 10ലേറെ അംഗങ്ങളാണ് ഓരോ സംഘത്തിലും ഉള്ളത്. നാൻമുഖനും ഗുരുനാഥനും വാണിയും നന്മ വരുത്തി പ്രസാദിക്കണമേ എന്ന ഗണപതി സ്തുതിയോടെയും വാണി ഭഗവതി കാളി കാർത്യായനി വാണി ചേണം എൻ്റെ നാവു തന്മേൽ എന്ന സരസ്വതി സ്തുതിയോടെയുമാണ് പാട്ട് ആരംഭിക്കുന്നത്. കുംഭഭരണി കഴിഞ്ഞാൽ മീനഭരണിക്കുള്ള കൊടിയേറ്റം വരെയാണ് ഇവിടങ്ങളിൽ തന്നാരം കളിപ്പാട്ട് അരങ്ങേറുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലും ക്ഷേത്രങ്ങളിലും ക്ഷണിക്കപ്പെടുന്ന വീടുകളിലുമാണ് സായാഹ്നം മുതൽ രാത്രി വരെ തന്നാരം കളിപ്പാട്ട് നടക്കുക. കഷ്ടകാലങ്ങളും ദുഷ്ടരോഗങ്ങളും ദുഷ്ടരെ കൊണ്ടുള്ള ശല്യങ്ങളും കൃഷിനാശങ്ങളും നാൽക്കാലി നാശങ്ങളും നാട്ടിൽ അടുക്കല്ലേ തമ്പുരാട്ടി എന്ന പ്രാർത്ഥനയാണ് പാട്ടിൽ മുഴങ്ങുക. ഈ തന്നാരം പാട്ട് പാടി കളിക്കണേൻ്റെ ഉള്ള ഒരു ആചാരം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ പണ്ട കാലങ്ങളിൽ നാൽക്കാലി കൃഷി, അതേപോലെ കൃഷി വീട്ടിൽ സർവ്വ ഐശ്വര്യം, അതുപോലെ തന്നെ ഒരു കാലത്ത് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ വ്യാപിച്ചിരുന്നത് വസൂരി. അപ്പോൾ ആ വസൂരി വരുമ്പോൾ വീട്ടിൽ പണ്ട് പ്രാർത്ഥന ഉണ്ടായിരുന്നു, കൊടുങ്ങല്ലൂരിൽ പോയി തൊഴുതു വരാം, അതേപോലെ തന്നെ തന്നാരം കളി കളിക്കാം, വീട്ടിൽ കൊടുക്കുന്ന തന്നാരം കളി കളിപ്പിക്കാം. അപ്പോൾ ഭഗവതിയുടെ സാന്നിധ്യം ഈ കൊടുങ്ങല്ലൂർ ഭഗവതിക്കും അതേപോലെ നമ്മുടെ ഉത്രത്തിൽ ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് ഈ തന്നാരം കളി. അതായത് ഒരു 10 ലക്ഷം രൂപ അവിടെ സംഭാവന ചെയ്യണമെങ്കിലും ഒരു തന്നാരം കളി നടത്തിയാൽ ഭഗവതിക്ക് ആ 10 ലക്ഷം രൂപയെങ്കിലും തന്നാരം കളി ഇഷ്ടപ്പെടുന്നതാണ് ഈ ദൈവപ്രശ്നങ്ങളൊക്കെ വെച്ചൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മുടെ മൊത്തം എല്ലാ നാട്ടുകാരുടെയും നാൽക്കാലികളുടെയും എല്ലാവരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ദിവസേന ഇങ്ങനെ പാട്ട് പാടി ഭഗവതിയുടെ ചരിതം പാടി കളിക്കുന്നത്. ഗണപതി സ്തുതിക്ക് ശേഷം ഭഗവതിയുടെ കഥകൾ പാടി തുടങ്ങും. കോവിലിൻ്റെ കഥ, നാടുനായരുടെ കഥ, കണ്ണകിയും കനകച്ചിലമ്പും ധാരികവധം തുടങ്ങിയവയാണ് പ്രധാന കഥകൾ. കഥയ്ക്കനുസരിച്ച് ചുവടുകളും ചുവടുകൾക്ക് രൗദ്രതയും വരും. ദേവിയുടെ ശുദ്ധമായ കഥയാണ് തങ്ങൾ പാടുന്നതെന്നും യാതൊരുവിധ അശ്ലീല പദങ്ങളും ഉപയോഗിക്കില്ലെന്നും ശ്രീകൃഷ്ണപുരം ടീം തൃക്കഴിക്കുന്നിലെ ബാബു സുമംഗലി പറഞ്ഞു. അന്യം നിന്നു പോകുന്ന ഈ കലയെ പുതുതലമുറയ്ക്ക് പകരാൻ ശ്രമിക്കുകയാണെന്നും ബാബു സുമംഗലി പറഞ്ഞു. കുംഭഭരണി കഴിഞ്ഞാലാണ് ഞങ്ങൾ ഈ തന്നാരപ്പാട്ട് ആരംഭിക്കുക. അത് ഇവിടുത്തെ അതായത് കൊടുങ്ങല്ലൂരത്തെയും ഉത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടാണ്. അത് പുറപ്പാട് ദിവസം വരെയാണ് ഞങ്ങൾ നമ്മുടെ ഈ തട്ടകത്തിൽ കളിക്കുക. പണ്ട് കാരണവന്മാരായിട്ട് തന്നെ അത് ഈ പുറപ്പാട് വരെയാണ് പാടുള്ളൂ എന്നുള്ള ഒരു ആചാരം അങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ അത്രയും ദിവസങ്ങൾ ഞങ്ങൾ ഏകദേശം ഒരു 25ഓളം ദിവസം ഓരോരോ വീടുകളിലും അതേപോലെ തന്നെ തറവാട്ട് മണ്ഡപങ്ങൾ, അമ്പലങ്ങൾ ഇവിടെയായിട്ട് ഞങ്ങളെ വിളിക്കും. അതനുസരിച്ച് ഞങ്ങൾ പോയി കളിക്കും. അത് ഞങ്ങൾ പോയി കളിക്കുന്നത് എല്ലാം ദേവിയുടെ ശുദ്ധമായ കഥകളാണ്. അതല്ലാതെ എല്ലാവരും പറയുന്ന പോലുള്ള അശ്ലീല പദങ്ങളോ അങ്ങനെ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ദേവിയുടെ ഒരു കഥ തുടങ്ങുമ്പോൾ അതിൻ്റെ അവസാനം വരെ അത് പാടി നിർത്തുക എന്നുള്ളതാണ്. പിന്നെ ഈ എല്ലായിടത്തും ഇപ്പോൾ ഈ ഒരു കല അന്യം നിന്ന് പോവുകയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 8-10 വർഷത്തോളമായിട്ട് നമ്മൾ പുതുതലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു ഇതാണ്. അതായത് നമ്മൾ മൺമറഞ്ഞു പോയാലും ഈ ഒരു തന്നാരം പാട്ട് എന്നുള്ളൊരു കലാരൂപം എന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത്. 2 മണിക്കൂറാണ് ഒരു കഥയ്ക്ക് വേണ്ടി വരിക. ദാരികവധം കഥയിൽ ദാരികൻ്റെ വധമെടുക്കുമ്പോൾ സമീപത്തുള്ള കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുമെന്നാണ് വിശ്വാസം. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തട്ടകത്തിലുള്ളവരുടെ കൊടുങ്ങല്ലൂർ യാത്ര ഉത്രത്തിൽ ഭരണി കൊടിയേറ്റം ദിവസമാണ്. ന്യൂസ് ബ്യൂറോ, ശ്രീകൃഷ്ണപുരം. ഒരു ചെറിയ ഇടവേള കൂടി.
വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ നോക്കാം. കുട്ടികൾക്കും അമ്മമാർക്കുമായി ചെർപ്പളശ്ശേരിയിലെ മോംസ് വേൾഡ് ടോയ് ഹബ്ബ് നവീകരിച്ച് മടത്തിപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. വിശാലമായ ഷോറൂമിൽ വിപുലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത്. കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളുടെയും കളിപ്പാട്ടങ്ങളുടെയും വിസ്മയ ശേഖരം തന്നെയാണ് മോംസ് വേൾഡ് ടോയ് ഹബ്ബിൽ ഒരുക്കിയിട്ടുള്ളത്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ചെർപ്പളശ്ശേരി ടൗണിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മോംസ് വേൾഡ് ടോയ് ഹബ്ബാണ് കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോടെ ചെർപ്പളശ്ശേരി മടത്തിപ്പറമ്പ് അലങ്കാർ ഓഡിറ്റോറിയത്തിന് സമീപം നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. കൊച്ചുകുട്ടികളെ അണിയിച്ചൊരുക്കാൻ കുരുന്നുകൾക്കിണങ്ങിയ മനോഹരമായ കിഡ്സ് വെയറുകളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായാണ് മോംസ് വേൾഡ് പ്രവർത്തനം ആരംഭിച്ചത്. പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ മോഡലുകളിലുള്ള കിഡ്സ് വെയറുകൾ മിതമായ നിരക്കിൽ മോംസ് വേൾഡിൽ ലഭിക്കും. കുരുന്നു മനസ്സുകളിൽ കൗതുകവും വിജ്ഞാനവും വളർത്തുന്ന എല്ലാ തരത്തിലുള്ള ടോയ്സുകളുടെ വിപുലമായ കളക്ഷനും കുട്ടികളെ അണിയിച്ചൊരുക്കാൻ ട്രെൻഡിംഗ് ആക്സസറീസുകളും മോംസ് വേൾഡിൽ ലഭ്യമാണ്. എല്ലാ പ്രായത്തിലുമുള്ള കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരം തന്നെയാണ് മോംസ് വേൾഡ് ടോയ് ഹബ്ബിനെ വ്യത്യസ്തമാക്കുന്നത്. കൊച്ചുകുട്ടികൾക്കുള്ള ഇലക്ട്രിക് ടോയ് വാഹനങ്ങളുടെ വിപുലമായ ശേഖരവും മോംസ് വേൾഡ് ടോയ് ഹബ്ബിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും നവജാത ശിശുക്കൾക്കുമുള്ള പ്രത്യേക വസ്ത്രങ്ങളുടെയും ഇന്നർ വെയറുകളുടെയും മികച്ച സെലക്ഷനും മോംസ് വേൾഡിലുണ്ട്. വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ അത്യാധുനിക കെട്ടിടത്തിൽ മടത്തിപ്പറമ്പ് അലങ്കാർ ഓഡിറ്റോറിയത്തിന് സമീപത്താണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇതുവരെ ഉപഭോക്താക്കൾ നൽകിയ സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നതായും സ്ഥാപന ഉടമകൾ പറഞ്ഞു. മണ്ണാർക്കാട് ആസ്ഥാനമായ UGS ഗ്രൂപ്പ് പാലക്കാട്, തൃശൂർ ജില്ലകൾക്ക് പുറമെ കോഴിക്കോട് നോർത്തിൽ YMCA ക്രോസ് റോഡ് പീസ് ആർക്കേഡിലാണ് പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്. UGS മലബാർ മേഖലയിൽ സജീവമാകുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് നോർത്തിൽ ആരംഭിച്ച പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ബ്രാഞ്ച് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ബ്രാഞ്ചുകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ആശ്വാസമാകാൻ കഴിയട്ടെ എന്ന് MP പറഞ്ഞു. 400ഓളം ജീവനക്കാരുള്ള സ്ഥാപനമാണ്. എനിക്ക് തോന്നുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ബ്രാഞ്ചുകൾ ആരംഭിക്കുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് ഇനിയും ജീവിതമാർഗം കണ്ടെത്താൻ സാധിക്കും. എങ്കിൽ പോലും ഇത് കുറെ കൂടി വിവിധ തലങ്ങളിൽ ആളുകളെ ആശ്വസിപ്പിക്കാൻ, ആളുകളെ സഹായിക്കാൻ കഴിയാവുന്ന
ഒരു മഹാസ്ഥാപനമായി മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് വടകര MP ഷാഫി പറമ്പിൽ മുഖ്യാതിഥിയായി. പാലക്കാട്, മണ്ണാർക്കാടുള്ളതും പിന്നെ പാലക്കാടിന്റെ വിവിധത്തിലുള്ളതുമായിട്ടുള്ള ഇവിടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെയും ഒരു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റിയ പോലെ സാധാരണ ജനങ്ങൾക്ക് താങ്ങും തണലുമായി ഒട്ടേറെ പൊതുകാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. കുറെ ആളുകൾക്ക് സാധാരണക്കാരന്റെ ദൈനംദിന സാമ്പത്തിക ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സാധ്യമാക്കി നൽകാൻ UGS ഗ്രൂപ്പ് എല്ലാ കാലത്തും ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. വിശ്വാസ്യതയും സുതാര്യതയുമാണ് തങ്ങളെ നയിക്കുന്നതെന്ന് അധ്യക്ഷത വഹിച്ച UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. ഏകദേശം 6ഓളം UGS ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായി മാറി. ഏകദേശം 6-7ഓളം സ്ഥാപനങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്നുണ്ട്. 300-ലധികം 400-ഓളം എൻ്റെ സഹപ്രവർത്തകർ വർക്ക് ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമായി മാറാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ഒന്ന് ഈശ്വരാനുഗ്രഹം, 2 ഞങ്ങളുടെ ആദ്യത്തെ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞ 1-2 വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. ആദ്യ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തത് നമുക്കൊക്കെ പ്രിയപ്പെട്ട മണ്ണാർക്കാട്ടുകാരുടെ ജനപ്രിയനായ MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ അവർകളാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഒരു ധനകാര്യ സ്ഥാപനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം 1 വിശ്വാസ്യത, 2 അവരുടെ ഇടപാടുകളിലെ സുതാര്യത, 3 അവരുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അവർ ജനങ്ങൾക്കിടയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നല്ല ഒരു 100-ലധികം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അനേകം സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ഈ പറയുന്ന വാക്ക് നിലനിർത്തിക്കൊണ്ടുപോയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടങ്ങാനാവും എന്നാണ് അന്ന് അദ്ദേഹം ആ വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് നോർത്ത് MLA തോട്ടത്തിൽ രവീന്ദ്രൻ ക്യാഷ് കൗണ്ടർ ഉദ്ഘാടനവും കോഴിക്കോട് സൗത്ത് MLA അഹമ്മദ് ദേവർകോവിൽ സ്ട്രോങ് റൂം ഉദ്ഘാടനവും നടത്തി. KDDC ചെയർമാൻ PK ശശി കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. 5 വർഷം കൊണ്ട് 50 വർഷത്തിന്റെ പ്രൗഢി UGSന് നേടിയെടുക്കാനായെന്ന് PK ശശി പറഞ്ഞു. ഞാൻ വളരെ ജാഗ്രതയോടുകൂടി ഇതിന്റെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഏറ്റവും ആകർഷകമായ ഒരു മൂവ്മെന്റാണ്, ഒരു പ്രസ്ഥാനമാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാലഘട്ടത്തിനിടയിൽ എത്ര വർഷമായി 5 വർഷത്തിനിടയിൽ ഏതാണ്ട് ഒരു 50 വർഷത്തിന്റെ പ്രൗഢി നേടിയെടുക്കാൻ കഴിഞ്ഞ ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. വാർഡ് കൗൺസിലർ K. റംലത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TV മജീദ്, CPM ലോക്കൽ സെക്രട്ടറി അസീസ് KP, BJP മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ തളിയിൽ, KVVS പ്രസിഡന്റ് സുബൈർ PT, UGS PRO ശ്യാംകുമാർ, ബ്രാഞ്ച് മാനേജർ N. അഫ്സൽ എന്നിവർ സംസാരിച്ചു. അഡ്മിനിസ്ട്രേഷൻ മാനേജർ സുഹൈൽ KK, സെയിൽസ് മാനേജർ ശാസ്ത്രപ്രസാദ് T, മാർക്കറ്റിംഗ് ഹെഡ് ഷമീർ അലി, ഓപ്പറേഷൻ മാനേജർ രാജീവ്, ബ്രാഞ്ച് മാനേജർമാർ, സ്റ്റാഫുകൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. UGS നൽകിക്കൊണ്ടിരിക്കുന്ന വിവിധ ഗോൾഡ് ലോൺ സ്കീമുകൾക്ക് പുറമെ ലളിതമായ വ്യവസ്ഥകളിലൂടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാകുന്ന ആഴ്ചത്തവണയിൽ അടയ്ക്കാവുന്ന ബിസിനസ് ലോണുകൾ, യൂസ്ഡ് വെഹിക്കിൾ ലോണുകൾ, ആടുവളർത്തൽ, പശുവളർത്തൽ തുടങ്ങി ക്ഷീരവികസന മേഖലയ്ക്കും നെൽകൃഷി, പച്ചക്കറി കൃഷി തുടങ്ങി കാർഷിക മേഖലയ്ക്കും സഹായകരമാകുന്ന കാർഷിക വായ്പകൾ, കൂടാതെ ആഴ്ച, മാസത്തവണകളായി അടയ്ക്കാവുന്ന നിക്ഷേപ പദ്ധതികൾ, സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം തുടങ്ങി നിരവധി വായ്പാ നിക്ഷേപ പദ്ധതികളും പിരമിഡ് എഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലഭ്യമാകും. മറ്റു വാർത്തകൾ. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന ചെത്തല്ലൂർ സ്വദേശി കണ്ണത്ത് മോഹനന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി യൂത്ത് കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഈത്തപ്പഴ ചലഞ്ചിലൂടെ സ്വരൂപിച്ച തുക ചികിത്സാ സഹായ സമിതിക്ക് കൈമാറി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് തമ്പാനങ്ങാടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നോമ്പിനോടനുബന്ധിച്ചാണ് ഈത്തപ്പഴ ചലഞ്ച് സംഘടിപ്പിച്ചത്. ആളുകളെ നേരിട്ട് കണ്ടും സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തിയും 620ഓളം പേരുടെ ഓർഡർ സ്വീകരിക്കാൻ ഇവർക്കായി. കിലോയ്ക്ക് 300 രൂപയാണ് ഈടാക്കിയത്. ഇതിലൂടെ 81,131 രൂപ സമാഹരിക്കാനായി. ലഭിച്ച മുഴുവൻ തുകയും മോഹനൻ സഹായ സമിതിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് തമ്പനങ്ങാടി ഞായറാഴ്ച കൈമാറി. എല്ലാ മുക്കിലും മൂലയിലും ഇന്നവരെ കേട്ടിട്ടില്ലാത്തതിൻ്റെ പേരിൽ, ഇന്നവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലും ഭാവത്തിലുമൊക്കെ മനുഷ്യ ശരീരത്തിലേക്ക് യുവാക്കളെ കാർന്നു തിന്നുന്ന ഒരു വർത്തമാനകാലത്തിൽ
യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ വളരെ തികച്ചും മാതൃകപരമായ പ്രവർത്തനത്തിലൂടെ കടന്നു പോവുകയാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഭരതൻ പാലോട് അധ്യക്ഷനായി. കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാജരത്നം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സെയ്തലവി പാലോട്, മധുസൂദനൻ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുരളി കുണ്ടൂർക്കുന്ന്, അമീൻ പാലോട്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അജ്മൽ നാട്ടുകൽ, ബാബു കൊങ്ങത്ത്, രാജു കൊടക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് ജില്ലയിൽ നിന്ന് വിരമിക്കുന്ന അംഗങ്ങളായ അധ്യാപകർക്ക് യാത്രയയപ്പും ഇഫ്താർ വിരുന്നും നൽകി. CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 36 അധ്യാപകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. തുടർന്ന് അധ്യാപകരുടെ കലാപരിപാടികളും ഇഫ്താർ വിരുന്നും ഉണ്ടായി. അലനല്ലൂരിൽ നടന്ന പരിപാടി CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ പ്രസിഡന്റ് N രജനീഷ് കുമാർ അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ G പ്രദീപ് ഉപഹാര സമർപ്പണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഭക്തഗിരീഷ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KK മണികണ്ഠൻ, GN ഹരിദാസൻ, ലിഷദാസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മിനി ജോൺ, K രാജഗോപാലൻ, സബ് ജില്ലാ സെക്രട്ടറി P യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഷോർട്ട് ന്യൂസ് നോക്കാം. ശ്രീകൃഷ്ണപുരത്ത് EMS AKG ദിനാചരണത്തിന്റെ ഭാഗമായി നവോത്ഥാനം, ദേശീയ പ്രസ്ഥാനം, കമ്മ്യൂണിസം, കേരളം വന്ന വഴികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ P ഇളയിടം പ്രഭാഷണം നടത്തി. പുകസ സംസ്ഥാന കമ്മിറ്റി അംഗം K ജയദേവൻ അധ്യക്ഷനായി. K പ്രേംകുമാർ MLA, AP കേലു, B രാജേഷ് എന്നിവർ സംസാരിച്ചു. ഒന്നോ ഒന്നിലധികമോ സർക്കാർ ഹൈസ്കൂളുകൾ, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുണ്ട്. മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും 8ഓ 10ഓ പ്രൈമറി വിദ്യാലയങ്ങളുണ്ട്. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളോ അങ്ങനെ ഏത് തലത്തിൽ നോക്കിയാലും ഒരുപക്ഷെ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ലഭ്യമാകാത്ത പശ്ചാത്തല സൗകര്യ വികസനവും അപ്പോൾ കേരളത്തിലെ ഒരു മെച്ചപ്പെട്ട സർക്കാർ വിദ്യാലയത്തിൽ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം. ലഹരിക്കെതിരെ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ചേർന്ന പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി സംഘടിപ്പിച്ചു. പ്രസിഡന്റ് P ശാസ്തകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാംബുജം അധ്യക്ഷത വഹിച്ചു. കോങ്ങാട് പോലീസ് സ്റ്റേഷൻ ASI ഗീത, അഡ്വക്കേറ്റ് റസിയ എന്നിവർ ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി ഹരികൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ സവിത, സജിത, CDS ചെയർപേഴ്സൺ പ്രസന്ന എന്നിവർ സംസാരിച്ചു. കണ്ണമ്മ, ഹെൽത്ത് ഇൻസ്പെക്ടർ രജനി, JHI ബിന്ദു, രശ്മി, അംഗൻവാടി ടീച്ചർമാർ, CDS അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 18,000 രൂപ മാത്രമാണ് അവർക്ക് ലോണായിട്ട് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് അല്ലേ? നമ്മൾ ആ 82,000 രൂപ നമ്മൾ അവർക്ക് കൊടുക്കാൻ കാണിച്ച ആ ഒരു മനസ്സ്, ആ മനസ്സ് അത് വെച്ച് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1 ലക്ഷം രൂപ കടക്കാരിയാവുമായിരുന്നോ? 1 ലക്ഷം രൂപ കിട്ടിയതുമില്ല, അതിൽ ലോണാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആ ലോണിന് അർഹരായി എന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് മാത്രം ഇവർക്കുള്ള ഒരു എവിഡൻസ് ആയി ഇവരത് കണക്കാക്കിയിരിക്കുന്നതാണ്. ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജാഗ്രത പാലിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ കാർന്നു നിന്നുകൊണ്ട് നടക്കുന്ന 2 വിപത്തുകളാണ് ഓൺലൈൻ തട്ടിപ്പും പിന്നെ നമ്മുടെ പ്രസിഡന്റ് നമ്മളെല്ലാവരെയും അറിയിച്ചിരുന്ന ഈ പറയുന്ന മയക്കുമരുന്നുകളുടെ അമിതമായ ഉപയോഗം. കുലുക്കലൂർ എരവത്ര പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വല്ലപ്പുഴ സ്നേഹഭവനം റീഹാബിലിറ്റേഷൻ ബഡ്സ് സ്കൂളിന് ഫ്രിഡ്ജ് കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് അധ്യക്ഷയായി. എരവത്ര പ്രവാസി കൂട്ടായ്മ പ്രതിനിധിയും കുലുക്കലൂർ പഞ്ചായത്ത് 12ാം വാർഡ് മെമ്പറുമായ കുഞ്ഞി മുഹമ്മദ് മുഖ്യാതിഥിയായി. സാലിഹ്, ഷമീറ അഷ്റഫ്, സ്കൂളിലെ അധ്യാപകർ, കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, കുട്ടികളോടൊപ്പം നിർത്തി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായി പലരും പല രീതിയിൽ നമ്മുടെ കുട്ടികളോടൊപ്പം നിന്ന് ഭക്ഷണമാവട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളാവട്ടെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യാറം പ്രദേശത്തുള്ള സ്വാലിഹും അതുപോലെ തന്നെ നവാബും ഒക്കെ ചേർന്ന് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലാതെയും സ്പോൺസർഷിപ്പുമായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന കുട്ടികളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി അവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തതിന്റെ ഭാഗമായി
ഒരു പ്രവാസി കൂട്ടായ്മയാണ്, എറവത്ര പ്രവാസി കൂട്ടായ്മയാണ് ഇന്നിപ്പോ ഒരു ഫ്രിഡ്ജ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് നൽകുന്നത്. അപ്പൊ ഈ ഫ്രിഡ്ജ് നൽകുന്നതിലൂടെ നമ്മുടെ സ്ഥാപനത്തിൽ അത്യാവശ്യം കോൾഡ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു ആവശ്യമുണ്ട്. വലിയ അങ്ങനെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളും ഇവിടെ വരാറില്ലെങ്കിലും എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് ആവശ്യമായ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോൾഡ് സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ തണുപ്പിച്ച് സൂക്ഷിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അതിനുള്ള ഒരു ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി നമ്മുടെ എറവത്രയിലെ പ്രവാസികൾ എല്ലാവരും ചേർന്ന് ഇത്തരത്തിലൊരു റംസാനോടനുബന്ധിച്ച് കരിമ്പുഴ സർക്കിൾ, കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ റിലീഫും സാമ്പത്തിക സഹായ വിതരണവും നടത്തി. 500ഓളം കുടുംബങ്ങൾക്കാണ് സഹായങ്ങൾ നൽകിയത്. കോട്ടപ്പുറം കിളർ മസ്ജിദിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഹംസ കാവുണ്ട, നാസർ സഖാഫി കൊല്ലംകോട്, സെയ്ദലവി തോട്ടര, ഷക്കീർ ഹുസൈൻ സഖാഫി, സലാവുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലും പുറത്തും പ്രവർത്തിക്കുന്ന വലിയ സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് കേരള മുസ്ലിം ജമാഅത്ത് SYS. അതിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലും അകത്തും പുറത്തും ധാരാളം സാന്ത്വന സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കരിമ്പുഴ സർക്കിൾ മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും ആഭിമുഖ്യത്തിൽ പുണ്യമാകുന്ന റമദാൻ പെരുന്നാൾ അനുബന്ധിച്ച് നടത്തപ്പെടുന്ന റിലീഫ് വിതരണം ജാതിമത ഭേദമന്യേ 500ഓളം കുടുംബങ്ങൾക്ക് നടത്തപ്പെടുകയാണ്. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് എം സംഘടിപ്പിച്ച മലയോര ജാഥ കടമ്പഴിപ്പുറത്ത് സമാപിച്ചു. സമാപന യോഗം യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിയാടൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി പാണച്ചിറ അധ്യക്ഷനായി. 21-ന് കാമ്പ്രത്ത് ചെള്ളയിൽ നിന്ന് ആരംഭിച്ച ജാഥ ജില്ലാ പ്രസിഡന്റ് കെ കുശലകുമാറാണ് നയിച്ചത്. സജി വട്ടുകളം സമാപന ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. 27-ന് ഡൽഹിയിൽ നടക്കുന്ന ധർണയുടെ മുന്നോടിയായാണ് ജാഥ സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് വനം വന്യജീവി മേഖലകളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയം ബന്ധപ്പെടുന്ന മുഴുവൻ മേഖലകളിലും ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന വിധത്തിലേക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ 13 ജില്ലാ കമ്മിറ്റികളും കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയോളമായി വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പൊതുജന മലയോര ജാഥകളുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകുന്നുവെന്ന് ചോദിച്ചാൽ ഈ നാട്ടിൽ ആളുകളുടെ ഇടയിൽ ഇനിയും കൃത്യമായ ബോധവൽക്കരണം നടക്കേണ്ടിയിരിക്കുന്നു എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടമ്പഴിപ്പുറം CHCക്ക് സമീപം ധർണ നടത്തി. KPCC സെക്രട്ടറി ഹരിഗോവിന്ദൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിന്തോട്ടം അധ്യക്ഷത വഹിച്ചു. ഫിറോസ് PK, UDF ചെയർമാൻ P. ഗിരീശൻ, ഷീബ പാട്ടത്തൊടി, മോഹനകൃഷ്ണൻ, VN കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും സമരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിൽ നിന്നടിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. അത് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റും അദ്ദേഹത്തിന്റെ ആളുകളും മാത്രമാണ്. ഈ ആശാവർക്കർമാരെ ഒരു കാലത്ത് നമ്മൾ വിളിച്ചത് കോവിഡ് വൈറസ് എന്നാണ്. നമുക്ക് ഓർമ്മയുണ്ട്, അന്ന് മഹാമാരി ലോകത്തെമ്പാടും വന്നപ്പോൾ നമ്മൾ ആരും വീട്ടിന് പുറത്തിറങ്ങാതിരുന്ന സാഹചര്യത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. പെരിന്തൽമണ്ണ തിരൂർക്കാട് കുറുക്കന്റെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. 65-കാരിയായ കാളിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളിയാണ് കാളി ഉൾപ്പെടെ 3 പേരെ മാർച്ച് 8-നാണ് കുറുക്കൻ കടിച്ചത്. വേനൽമഴയിലും കാറ്റിലും 7000-ഓളം വാഴകൾ നശിച്ച കരുവാരക്കുണ്ട് വട്ടമലയിൽ കൃഷി ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടറും സംഘവും സന്ദർശിച്ചു. കർഷകർക്കുണ്ടായത് വലിയ നഷ്ടം. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സഹായം കർഷകർക്ക് വേഗത്തിൽ ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്ന് സംഘം. മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടി ചുരം വഴിയുള്ള യാത്ര ഇനി കളറാകും. ചുരം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വരച്ച ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു. അട്ടപ്പാടിയുടെയും ആദിവാസികളുടെയും സംസ്കാരം പ്രതിഫലിപ്പിക്കുന്നതാണ് ചിത്രങ്ങൾ. പട്ടാമ്പിയിൽ പട്ടാപ്പകലിൽ മൊബൈൽ കടയിൽ കയറി ഐഫോൺ മോഷ്ടിച്ച യുവാവ്. 50,000 രൂപ വില വരുന്ന ഫോണാണ് മോഷ്ടിച്ചത്. മോഷണ ദൃശ്യങ്ങൾ CCTVയിൽ. കടക്കാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ശ്രീകൃഷ്ണപുരം തിരുനാരായണപുരം ഉത്രത്തിൽക്കാവിൽ ഇനി ഉത്സവ നാളുകൾ. ഭരണിവേലയ്ക്ക് മാർച്ച് 26-ന് രാത്രി കൊടിയേറും. 35ഓളം ആനകൾ ഉത്സവത്തിൽ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ. വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവവും മാർച്ച് 26-ന് തുടങ്ങും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.